ഹലോ അസ്സാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് 3:30 മണിയായപ്പോൾ തന്നെ നമ്മൾ അടുക്കളയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ മക്കളെ പൊതുപരീക്ഷക്കാരണ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ 10ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 3 പൊതുപരീക്ഷ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ബിരിയാണി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചുട്ടി ഇതാ നേരത്തെ തന്നെ അമ്മച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉള്ളി അരിയാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് ഇങ്ങനെ റെഡിയാക്കിയാണ് കിട്ടണില്ല, എന്നാലും വെറുതെ ഇങ്ങനെ തൊലി അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിപ്പോൾ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ പോയിക്കണ്. ഇപ്പോൾ കാക്കാരൊക്കെ സ്കൂൾ വിട്ട് നേരത്തെ സ്കൂളൊക്കെ പൂട്ടിയിട്ടാണ്, മക്കളെ സ്കൂളൊക്കെ ക്ലാസ്സൊക്കെ പൂട്ടി അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ സ്കൂളൊക്കെ പൂട്ടി ഇനി 2 മാസം വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ വേങ്ങരക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്, 2-4 ദിവസം വിരുന്നിറക്കാനൊക്കെ. പിന്നെ അപ്പം നമ്മൾ അച്ചുട്ടിയാണെങ്കിലോ സ്കൂളൊക്കെ പോകും, എല്ലാവരും കുട്ടികൾ വന്നാൽ പിന്നെ ഓളം ഉറക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും വെല്ലുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചൊക്കെ റെഡിയാക്കി ഇനി ഇതൊന്ന് എടുക്കണം. ഇക്കാനെക്കൊണ്ട് ബിരിയാണി വെപ്പിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഇക്ക ബിരിയാണി വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇക്കയുടെ സ്പെഷ്യൽ ബിരിയാണി തന്നെ ആവാതെ വിചാരിച്ച് കൊണ്ടുള്ള നിൽക്കണം. അപ്പോൾ ഇക്ക നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇക്ക എണീറ്റിട്ട് അപ്പോൾ ഇതിന് മുന്നായിട്ട് നമ്മളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. പിന്നെന്താ, അപ്പോൾ പൊരികളൊന്നും ഉണ്ടാക്കണില്ല. പൊരികൾ ഇപ്പോൾ ഉണ്ടാക്കൽ കുറവാണ്. കാരണം പൊരികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചായപ്പൊരിയും ഫ്രൂട്ട്സും വെള്ളമാണ് കുടിച്ചാൽ പിന്നെ കുട്ടികൾ ചായക്കടി തിന്നു. നമ്മൾ കെതിട്ടുകാണ്ട് ഉണ്ടാക്കി ചായയും കടിയൊക്കെ. പക്ഷെ അത് ഒറ്റ രണ്ടും തൊള്ളിക്ക് വെക്കൂല. ഒക്കെ പൊരിയും കടിയും തിന്നുക, പൊരിയും ജ്യൂസും ഫ്രൂട്ട്സും തിന്നുകാണ്ട് ഒരു പൂട്ടാ, പിന്നെ മാണ്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മയങ്ങിക്ക് എടുത്തോണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ 2 ദിവസം പോയിട്ട് പൊരികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നിട്ടോ. ചിക്കൻ രാവിലെ തന്നെ ഓട്ടം നിർത്തി വരുമ്പോൾ ഉച്ചക്കൊന്ന് പരിക്ക് വരുമ്പോൾ തന്നെ ഇറച്ചി കൊണ്ടുവരും കേട്ടോ. ഇറച്ചി ഉണ്ടെങ്കിൽ 1 കിലോ കൊണ്ടുവന്നാൽ അപ്പോൾ 4 ദിവസമൊക്കെ ആക്കൂട്ടോ. കറി വെക്കാനല്ല 280 വെച്ചിട്ട് നമ്മൾ കറി വെക്കൂട്ടോ, ഉരുളങ്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ പത്തിരി നമ്മൾ കുറേ ദിവസം പത്തിരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പത്തിരിയും ഇറച്ചിക്കറിയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. കഷ്ണങ്ങളും രോമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയുമ്പോഴത്തിന് ഇക്കൊക്കെ എണീക്കും. അപ്പോൾ ഇക്കാനെ കൊണ്ട് സെറ്റാക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല കൂട്ടണം കേട്ടോ. കാരണം പൊരിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത് പ്രാവശ്യം കേട്ടോ. പൊരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പൊരിച്ച ബിരിയാണിയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് കൂട്ടണം. അപ്പോൾ അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ചീരൊന്നും അരച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും സുർക്കിയും ഒക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് മസാല ചേർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാല ചേർത്തിട്ട് ഒന്നും ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് പൊരിച്ചെടുത്തുകാണ്ട് അതിക്ക് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ചെറുനാരങ്ങ ഇല്ലായിരുന്നു, അപ്പോൾ സുർക്ക പറന്നുകാണ്ട് ഒന്നും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഉപ്പും പുളിയൊക്കെ പിടിച്ചുമ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ ഒന്ന് കൂട്ടി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ഉണ്ട്, നോമ്പല്ലേ, അപ്പോൾ 1 കിലോനെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പുണ്ടായിരുന്നു, മല്ലിച്ചപ്പ് മാത്രമേ ഇക്ക കൊണ്ടുവന്ന് കേട്ടോ. മറ്റേ പുതിന കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ മല്ലിച്ചപ്പ് നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കാനാണെങ്കിൽ പൈനാപ്പിളാണ് ഇട്ടുള്ളത്. പൈനാപ്പിളും അധികം ഇവിടെ പൈനാപ്പിളിനെ ജ്യൂസ് അടിക്കട്ടോ. ഇക്കാക്കും എനിക്കും മക്കൾക്കൊക്കെ പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിളാണ് അധിക ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബത്തക്ക ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ബിരിയാണിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് നമ്മൾ ചോറ് വാർത്തുകാണ്ടല്ല, വറ്റിച്ച് കാണ്ടല്ല കേട്ടോ ബിരിയാണി വെക്കുന്നത്, ഊറ്റിയിട്ടാണ് ചെയ്യൽ കേട്ടോ. ഇക്ക വെക്കുമ്പോൾ ചോറ് ഊറ്റിയിട്ടാണ് ചെയ്യുക. ഞാനാകുമ്പോൾ പിന്നെ നെയ്ച്ചോറിൻ്റെ പോലെ അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടാണ് ചെയ്യലാണ് കേട്ടോ. പക്ഷേ ഇക്കാക്ക് ചോറ് ഊറ്റി ചെയ്യണം കേട്ടോ. അങ്ങനെ ഡാൽഡയും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്പട്ടി തന്നെ ഞാൻ അങ്ങോട്ട് പൊരിച്ചെന്നുകൊണ്ട് കോരിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നല്ല അത്യാവശ്യം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇക്ക എണീറ്റ് വന്ന് ഇക്ക ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം പൊരിച്ചിട്ട് ഇതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലാണ് നമ്മൾ സവാളയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് അണ്ടിയും മുന്തിരിയൊക്കെ എടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വാട്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇക്ക അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണീൻ്റെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. തൈര് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
എന്നാ നമ്മൾ അച്ചുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, എവിടേക്കും പോയിട്ടില്ല. ആ പിന്നെ ഇവിടെ ചിക്കനൊക്കെ അതാ ഒന്നും ഇങ്ങോട്ട് പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടിയും മുന്തിരിയും കൂടി അതിൽ അണ്ടിയും മുന്തിരിയും കൂടി ഇങ്ങോട്ട് വറുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സവാള നമ്മളിങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇക്കാടെ സ്പെഷ്യൽ ബിരിയാണി ആയിട്ടോ. ഇക്കാക്ക് പിന്നെ ബിരിയാണി അങ്ങനെ വെറുതെയല്ല. അപ്പോൾ ഇതാ ഞാൻ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇക്കാക്ക് കോള് വന്ന് ഇക്കാക്ക് ട്രിപ്പ് അർജൻറ്റായിട്ട് ട്രിപ്പ് ഇട്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ഇക്ക പോവാണ് കേട്ടോ. അപ്പം നമ്മളെ ചുട്ടി യാത്രയാക്കാനായിട്ട് കൂടെ തന്നെ കയറും കേട്ടോ. ഇപ്പം ഇപ്പച്ചി പോകുമ്പോൾ റാണിദേവത ആയിക്കോട്ടെ. റാണിദേവത എന്നെ സഹായിക്കാൻ വന്നാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്. റാണിദേവത ഇങ്ങോട്ട് വന്നാലും വന്നിരിക്കുന്നു എന്നെ സഹായിക്കാനായിട്ട്. ഈ റാണിദേവത ഉണ്ടായി. ഇക്ക ബിരിയാണിയൊക്കെ സെറ്റാക്കിക്കൂടി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അർജൻറ്റായിട്ട് എങ്ങോട്ടോ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ട് എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇക്കാണ്ട് പോയപ്പോൾ എന്തോ ഒരു ടെൻഷൻ കേട്ടോ. കാരണം നോമ്പറക്കാനായി ജ്യൂസ് അടിച്ചാനും എല്ലാം ബിരിയാണി ആണെങ്കിലും സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ബേജാറ് ആകെ ഉണ്ട് കേട്ടോ. എന്നാലും ഇക്കനെ കൊണ്ട് ബിരിയാണി പറഞ്ഞാൽ പിന്നെ വേറെ പെട്ടെന്ന് പരിപാടി തീർന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ പൊരികളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പൊരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ പാടെ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചപ്പും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഗരം മസാല നമ്മൾ തലശ്ശേരി മസാലയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ചിക്കൻ മസാല ഗരം മസാല ചോദിച്ചപ്പോൾ അപ്പോൾ തലശ്ശേരി ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ മസാലകളൊക്കെ എല്ലാം സെറ്റായി വന്നപ്പോൾ ഇതാ നമ്മൾ പൊരിച്ചെടുത്ത് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നോളായി കിടന്നിട്ട് വയന്നെടുത്തിട്ട് വേണം നമുക്ക് തൈരും ചപ്പും മസാലയും ഒക്കെ ഇട്ടുന്നിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ചിക്കൻ അധികം വെന്തതുകൊണ്ട് തന്നെ വല്ലാതെ കിടന്ന് വേവാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് അതിന് ശേഷം നമ്മളിതാ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം ആയി കിട്ടി, മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലയും ബിരിയാണി മസാലയും അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണിൻ്റെ മസാലയും പിന്നെ ചപ്പും തൈരും ഒക്കെ ഇട്ട് കാണും നമ്മളതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കണം. ചോറൊക്കെ വന്നതിന് ശേഷം ഒന്ന് ദമ്മിടാനും കൂടിയുള്ള പരിപാടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിവിടെ ചോറൊക്കെ പാകത്തെ വേവിൽ ഊറ്റിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ്. എത്തിയിട്ടില്ല കേട്ടോ. ഇനി ജ്യൂസ് അടിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഇരിക്കാനായിട്ട് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമ്മൾ ബിരിയാണി വെക്കുകയാണെന്ന് ഇവിടെ നോമ്പുതുറയാണെന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പുതുറ കാക്കാൻ്റെ മോനോട് പറഞ്ഞേക്കണം കേട്ടോ വരാനായിട്ട്. പിന്നെ വേറെ ആരും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും അവർക്ക് ബിരിയാണിയൊക്കെ വെച്ച് ഇവിടെ നോമ്പുറക്കാകുമ്പോൾ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒരു ജയിച്ച സന്തോഷത്തിനാണെന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടെ ആ കുടുക്കയിലുള്ള ഊറ്റിയെടുത്ത വെള്ളത്തിൻ്റെയാണ് ദമ്മിട്ട് കണ്ടതിന് മുകളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പൈനാപ്പിളാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എന്തോ ഒരു കേട് വന്നിട്ടുണ്ട് പൈനാപ്പിളും. എന്തായാലും അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. അധികം അതായത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ജ്യൂസ് കഷ്ണങ്ങൾ വിട്ടിനെക്കാട്ടും ഇഷ്ടം എല്ലാവർക്കും കേട്ടോ. കുട്ടികൾക്കായാലും എനിക്കായാലും മിക്കാക്കായാലും. അപ്പോൾ ഇതാ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നേരം ഇവിടെ 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അച്ചാർ നമ്മൾ മാങ്ങച്ചാർ റെഡിയാക്കിയതുണ്ടായിരുന്നു, തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നോമ്പിന് ബിരിയാണിക്ക് പിന്നെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ.
അങ്ങനെ ഇതാ നമ്മളിവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാകത്തിന് മധുരവും ഒക്കെ ഇട്ട് കളഞ്ഞ് ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ബത്തക്കൊക്കെ കട്ട് ചെയ്തു, തൈരും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇക്ക വന്ന് ചോറുകളൊക്കെ വിളമ്പണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ടേബിളുമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു 6 മണി ആയപ്പോൾ തന്നെ ഇക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ട്രിപ്പൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി ടേബിളുമൊക്കെ വെക്കണ തിരക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും നോമ്പ് നോറ്റിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും അച്ചുട്ടിയും പൊന്നൂസും നോറ്റിട്ടില്ല, ബാക്കി എല്ലാവരും ഇന്ന് നോറ്റിക്കണം നോമ്പ് കേട്ടോ. പിന്നെ കാക്കാൻ്റെ കുട്ടിയും വരും നോമ്പറക്കാനായിട്ട്. അപ്പോൾ ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇക്ക അവിടെ ഇതാ ചോറൊക്കെ സെർവ് ചെയ്യണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഓടി ജയിച്ച സന്തോഷത്തിലാണെന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷമായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി നോമ്പിന് ആദ്യമായിട്ട് നമ്മൾ ബിരിയാണി വെക്കണം കേട്ടോ. പൊറാട്ടയും പത്തിരിയും പുട്ടൊക്കെ ഉണ്ടാക്കിക്കണം, പക്ഷേ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഈ ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. ഈ 17 നോമ്പിന് ബിരിയാണി തന്നെ ആകുമ്പോൾ അടുത്ത പള്ളിക്കൽ ബിരിയാണിയാണ് കിട്ടൽ കേട്ടോ. അപ്പോൾ അന്നും ബിരിയാണി ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ്, തലശ്ശേരി ബിരിയാണിയാണെന്നാണ് തോന്നുന്നത്. കാരണം തലശ്ശേരി ബിരിയാണിൻ്റെ മസാല ഉണ്ടോ കടയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്, അതുകൊണ്ട് തന്നെ വേറെ ടേസ്റ്റിന് കേട്ടോ ബിരിയാണി ആ മസാല ഇട്ടതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ അച്ചുട്ടി ചോറ് തരീന്ന് പറഞ്ഞ് കയറി ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക സന്തോഷം നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. ദിവസമായിരുന്നു. കാരണം മക്കൾ എൻ്റെ അല്ലൂട്ടിയൊക്കെ എക്സാമിന് സുഖമില്ലാതെ പനിച്ച് കിടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ പേടിയായിരുന്നു അവനെ പറ്റിയിട്ട് കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ നോമ്പൊക്കെ എന്നാലും കുഴപ്പമില്ല, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പറക്കണ തിരക്കാണ് എല്ലാവർക്കും. പ്ലേറ്റിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടി ആദ്യം തന്നെ പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിരുന്നു ചോറൊക്കെ കേട്ടോ, ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മക്കളെല്ലാവരും തിന്നാണെന്ന് പൊരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചോറ് തിന്നിക്കണം കേട്ടോ. മറ്റേത് പൊരിയാളും ഫ്രൂട്ട്സ് നിന്നുകാണ് പോയി കിടന്നാൽ പിന്നെ ചായക്കടിൻ്റെ പരിപാടി ചെയ്യലില്ല കേട്ടോ. ഇന്ന് പിന്നെ പൊരികളൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ചോറും ജ്യൂസും ഫ്രൂട്ട്സും നിന്ന് കഴിഞ്ഞിട്ട് നേരെ ചോറ് തിന്നാൻ ഇരുന്നിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൊടുക്കുകയും പിന്നെ സപ്പോർട്ട് എടുക്കുകയും പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഒക്കെ ഒന്ന് പറയട്ടോ, ഒന്ന് കമൻ്റായിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഒന്ന് കൊടുക്കട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ പുറത്ത് പോയി വീഡിയോ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ വീട്ടിൽ നടക്കുന്ന കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.